ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇത് എല്ലാവർക്കും അറിയില്ല, തൃശ്ശൂരുള്ള മിക്ക ആൾക്കാർക്കും അറിയുന്നൊരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ് സൈനപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെങ്ങനെ ഫേമസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു വീട് പോലെയാണ് ഗൈസ്. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വീട്ടിൽ കുറേ റൂമുകളിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ട് വെച്ചാൽ അങ്ങനെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും അതുപോലെ നമുക്ക് വേണ്ട കളക്ഷൻസ് ഇവിടെ ഉണ്ടാവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഞങ്ങൾ ജാക്കറ്റുകൾ നോക്കി. അപ്പോൾ ജാക്കറ്റ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതാ കുറേ കണ്ണാടികളുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വൈറ്റ് സാധനം. ഒന്നും നോക്കിയില്ല, അപ്പോൾ തന്നെ എടുത്തു. അതിനും ഒരു ഗ്ലാസ് അതും എടുത്തു. ഇതല്ല കേട്ടോ, വേറെ മൂങ്ങയുടെ പോലെ മുഖം ഇരിക്കുന്ന ഒരു സാധനം എടുത്ത്. അന്ന് മുതൽ എല്ലാ ഫംഗ്ഷന് പോകുമ്പോഴും എങ്ങോട്ട് പോകുമ്പോഴും ഞാൻ ഈ കണ്ണാടി വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഈ സാധനം എടുത്തോട്ട് വന്നു. ഈ ഡ്രസ്സ് അതും ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നല്ല, ഉള്ളതിൽ ബെറ്റർ. അങ്ങനെ അതും പേയ്മെൻറ്റ് ചെയ്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോൾ ആ മുറ്റത്തൊരു ഊഞ്ഞാൽ, അവിടുത്തെ സെക്യൂരിറ്റിയോട് സംസാരിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് ആടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് അതിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വർക്ക് കാണാനാണ്. അപ്പോൾ അവിടെ നമ്മളുടെ വ്ളോഗിൽ എപ്പോഴും ഉണ്ടാവുന്ന ജോയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ട് ഉണ്ട്. അവൻ വിളിച്ചിട്ടാണ് ആക്ച്വലി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം, എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ഒരു പാടവും നടുവിൽ അമ്പലവും ഒക്കെ ആയിട്ട്. അത് പറയുന്നുണ്ട് ഈ സ്ഥലത്തേക്ക് ഞാൻ മുന്നേ വന്നിട്ടുണ്ട്, കാറ് കൊണ്ട് വന്നിട്ടുണ്ട്, ഡ്രിഫ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് പ്രകൃതി രമണീയമായ സ്ഥലത്തെ പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവാണ്. ഭവിൻ വണ്ടി ഇറക്കിയ വഴി കൂടെയാണ് ഇപ്പോൾ നമ്മളെ ജോയൽ പീജിയുടെ വർക്കിന് പോകുന്നത്. ഇതിൻ്റെ പുതിയ കണ്ണട, ഇതിൻ്റെ പുത്തൻ റൈബൻ ഡ്രസ്, നല്ല ഉള്ള സാധനമായിട്ടില്ലേ. അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിയാക്കി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ജോയലിൻ്റെ അടുത്തെത്തി. ജോയലിനെ കണ്ട വീഡിയോ എടുക്കാന്ന് പറഞ്ഞാൽ അപ്പം അവൻ എന്തെങ്കിലും കോപ്പറായിട്ട് കാണിക്കും. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ പാട്ട് പാടി ഡാൻസ് ചെയ്യാണ്. പിന്നെ അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു. ഓണത്തിൻ്റെ പ്രോഗ്രാമായിരുന്നു കേട്ടോ, കുഞ്ഞു പിള്ളേരെന്നാൽ തീരെ ഇതല്ല. അപ്പോൾ അവൻ വന്നിട്ട് ചേട്ടാ ഒന്ന് പൊട്ടിക്കോ, ചേട്ടാ ഒന്ന് പൊട്ടിക്കോ ചേട്ടാ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് പോകുമ്പോൾ പൊട്ടിക്കുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് നമ്മൾ ഒഴിവാക്കി വിട്ടു. അല്ലാതെ വേറെ വഴിയില്ലല്ലോ, കയറി ചെല്ലുമ്പോൾ തന്നെ വണ്ടിയിട്ട് പൊട്ടിച്ചാൽ ആൾക്കാർ വിചാരിക്കില്ല നമ്മൾ ഷോ കാണിക്കുമെന്ന്. അങ്ങനെ എനിക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിച്ചു. അവന്മാരവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വർക്ക് കഴിഞ്ഞ് വേഗം ഇറങ്ങി. ഇവന്മാർ പിന്നെയും വരുന്നത് ഈ പൊട്ടിക്കെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ കുറച്ച് നേരം പൊട്ടിച്ചിട്ട് പിന്നെ നേരെ കഴിക്കാൻ കയറി. മാഞ്ഞാലിയിലുള്ള പോയത് കേട്ടോ, നല്ല ബിരിയാണി കിട്ടുമെന്നും പറഞ്ഞാൽ. സത്യം പറഞ്ഞാൽ നല്ല ബിരിയാണി തന്നെയായിരുന്നു, ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോന്നൊക്കെ പറയുവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ബിരിയാണി വരുന്നതിനുള്ളിൽ ഞങ്ങൾ ഒരു 3-4 ജീരക സോഡ കുടിച്ചു, കാരണം അത്ര ദാഹം ഉണ്ടായിരുന്നു. ബിരിയാണി അടിപൊളിയായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു, നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു 5-6 6 7 എത്രയോ ഞങ്ങൾ ഒരു 5 കൂടുതൽ എന്തായാലും ജീരക സോഡ അവിടെ നിന്ന് കുടിച്ചു. നേരെ പിന്നെ പോയത് ബെനറ്റിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അവിടേക്ക് പോയത് സത്യം പറയാൻ വെറുതെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മുടെ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമുക്ക് ബാംഗ്ലൂർ പോവാം, ഇന്ന് തന്നെ പ്ലെയർ സർവീസ് ചെയ്യാന്നുള്ളൊരു പ്ലാനാക്കി. ബെനറ്റിൻ്റെ വീട്ടിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്തൊരനുസരണ പോയാ അവിടെ ഇരുന്ന് ടൈം പോവാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പ്രകൃതി രമണീയമായ സ്ഥലത്ത് എങ്ങോട്ടെങ്കിലും പോവാന്ന്. ബെനറ്റ് കൊണ്ടുപോയതാണ് കേട്ടോ ഈ പഴത്തേക്ക്. അവൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവിടെ കുറച്ച് ചേട്ടന്മാർ ചൂണ്ടൊക്കെ ഇട്ടിരിപ്പുണ്ടായിരുന്നു. ഇതാണ് അവൻ വന്നിരിക്കാറുള്ള സ്ഥലം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആ ഭാഗങ്ങളൊക്കെ പരിചയപ്പെടുത്തി. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ടെന്ന്. അവർ കുറച്ച് വള്ളത്തിനൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരോട് ചേട്ട ബൈ പറഞ്ഞ് ബെനറ്റിൻ്റെയും വീട്ടിലാക്കി ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ജോയലിൻ്റെ വീട്ടിലേക്ക് പോകണം. അങ്ങനെ ജോയലാണ് ആക്ച്വലി നമ്മളെ കൂടെ വരേണ്ടത് കേട്ടോ. പക്ഷെ ജോയലിൻ്റെ അമ്മ വിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റോണിച്ചായൻ്റെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചാലക്കുടി പോയി പോസ്റ്റായി. പിന്നെ അവിടെ നിന്ന് നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അപ്പോൾ പകുതിക്ക് വെച്ച് നമ്മൾ റോണിച്ചായനെയും എടുത്തു. അങ്ങനെ പോവാണ്. റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ കിളി പാറി, നല്ല തിരക്കുണ്ടെന്നാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്ത പോലെ മാത്രമല്ല കേട്ടോ, നല്ല തിരക്കായിരുന്നു. കയറി ഒരു 3 മണി വരെ ഞങ്ങളെല്ലാവരും ഒറ്റക്കാലാണ് നിന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് ബാത്റൂമിൽ സ്ഥലം കണ്ടുപിടിച്ചു. ബാത്റൂം പുതിയതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. നമുക്ക് 3 മണിക്ക് ശേഷം സത്യം പറഞ്ഞാൽ നല്ല സുഖമായിരുന്നു, ഇരിക്കാൻ പറ്റി അറ്റ്ലീസ്റ്റ്. പക്ഷെ ചൂടായിരുന്നു.
പക്ഷെ അതുവരെ ഭയങ്കര പാടായിരുന്നു. ഒരു കാലിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര തിരക്കായിരുന്നു, ശ്വാസം മുട്ടി. അങ്ങനെ ഞങ്ങൾ രാവിലെ എത്തി, ഊബർ ബുക്ക് ചെയ്ത് ഈ മതിൽ ചാടിയിട്ടാണ് പോകേണ്ടത്. അതാണ് റോണിച്ചായൻ. ഞങ്ങൾ ഊബർ ബുക്ക് ചെയ്ത് നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് സത്യം പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂർ എത്തിയതെന്നുള്ള കഥ കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ട വ്ളോഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.